ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് മരുഭൂമിയിലെ പരീക്ഷയാണ്. അവിടെ നമ്മൾ വായിക്കുകയാണ്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനായിട്ട് ആത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. അവിടെ പിശാച് ഈശോയെ പരീക്ഷിക്കാനായിട്ട് വരുന്നു. ഈശോയുടെ മുമ്പിൽ 3 പരീക്ഷണങ്ങൾ വെക്കുന്നു, അല്ലെങ്കിൽ 3 പ്രലോഭനങ്ങളൊക്കെ വെക്കുന്നു. ഈശോ സമർത്ഥമായിട്ട് അതിനൊക്കെ വിജയിച്ച് നേരിടുന്നു. ഏറ്റവും ഒടുവിലത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, അനന്തരം പിശാച് അവനെ വിട്ടുപോയി, ദൈവ ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന് വായിക്കുകയാണ്. വളരെ പ്രലോഭനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ, അതൊരു പ്രത്യേക ഒരു പോയിന്റാണ്. ആ ഒരു നിശ്ചിത പോയിന്റിൽ നിന്നും നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പുണ്യവാനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ തോൽക്കുകയാണെങ്കിൽ നമ്മൾ പാപിയായിട്ട് മാറാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു പ്രത്യേക പോയിന്റാണ്. ഈ പരീക്ഷയിൽ നമ്മൾ ജയിച്ചാൽ നമ്മൾ വിശുദ്ധര് അല്ലെങ്കിൽ പുണ്യവാന്മാര്, തോറ്റാൽ നമ്മൾ പാപികള്. വിജയിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദൂതന്മാര് നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ ഈശോ പിശാചിന്റെ പ്രലോഭനങ്ങളെ വിജയിച്ചു. അവന് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാര് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാര് അവനെ ശുശ്രൂഷിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം പ്രലോഭനങ്ങളുടെ സമയത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? നമ്മൾ പരീക്ഷകളിൽ ജയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്, നമ്മൾ പ്രലോഭനങ്ങളിൽ ജയിച്ചു കയറുന്നത് കാണാൻ വേണ്ടിയിട്ട് ദൈവവും ദൈവദൂതന്മാരും ഇങ്ങനെ നമ്മളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പരീക്ഷകളിൽ വിജയിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.